ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ സിബിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ജാസ്മിൻ അഭിഷേകിന്റെ അടുത്ത് പറയുന്നു, അവനെ പോലെ ഒരു വൃത്തികെട്ട ഗെയിമറെ ഞാൻ കണ്ടിട്ടില്ല. ഈ വീട്ടിൽ ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നത് അവനെയാണ്. കാരണം വന്നു കയറിയ അന്ന് മുതൽ അവൻ എന്നെ മാത്രമാണ് ഇവിടെ ടാർഗറ്റ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അഭിഷേക് പറയുന്നു, അതാണ് ജാസ്മിൻ എടുത്ത ഗെയിം. കാരണം ഓരോരുത്തരും ഓരോരുത്തരെ ടാർഗറ്റ് എല്ലാം ചെയ്ത് പുറത്താക്കാനാണ് വന്നത്. അതുകൊണ്ട് അയാൾ അയാളുടെ ഗെയിം എല്ലാം കളിക്കുന്നു. അതിൽ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ജാസ്മിൻ പറയുന്നു, കഴിഞ്ഞ ദിവസം ഞാൻ പീരീഡ്സ് എല്ലാം ആയതുകൊണ്ട് എനിക്ക് പേടെല്ലാം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ബാത്റൂമിൽ പോകേണ്ടി വന്നാൽ ആ ഡോറൊന്ന് തുറന്നു തരാൻ പറഞ്ഞപ്പോൾ ക്യാപ്റ്റനും പവർ ടീമും അതിന് തയ്യാറായില്ല. അവരുടെയൊക്കെ വിചാരം ഈ പീരീഡ്സ് എന്ന് പറയുന്നത് അത്ര വൃത്തികെട്ട സംഭവമാണെന്നാണ്. ഇപ്പോഴത്തെ കാലത്ത് പീരീഡ്സ് എന്നെല്ലാം പറയുന്നത് നോർമലാണ്. പേടും കപ്പും എല്ലാം എല്ലാ പെൺകുട്ടികളും യൂസ് ആക്കുന്നു. അതിൽ ഇത്ര വൃത്തികേടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ അണ്ടർആം ഹെയർ എന്ന് പറയുന്നതും നോർമലാണ്. പക്ഷേ ഇന്ന് ഞാൻ കക്ഷത്തിലെ രോമം എല്ലാം പോക്കുന്നതിനെ കുറിച്ച് സിബിന്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ കക്ഷത്തിലെ ഹെയർ എല്ലാം കളഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന്. ഇതിനൊക്കെ എന്ത് പറയാനാണ്? അയാൾ എത്ര വൃത്തികെട്ട രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെ അത് കേട്ട് അഭിഷേക് പറയുന്നു, അത് അയാൾ പറഞ്ഞത് തെറ്റാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നില്ല. നിന്നെ ഇവിടെയുള്ള എല്ലാവരും ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം നീയും ഗബ്രിയും എപ്പോഴും ഒരുമിച്ച് തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് കൊണ്ടും ഒരടിയെല്ലാം ഉണ്ടായി നിനക്ക് വേണ്ടി അവൻ സംസാരിക്കും. നീ ഇവിടെ ഒന്ന് ഒറ്റയ്ക്കെല്ലാം കളിച്ചു നോക്ക്, അപ്പോൾ ഇവിടെയുള്ളവരുടെ ടാർഗറ്റ് എല്ലാം കുറഞ്ഞോളും. അങ്ങനെ അപ്പോൾ അങ്ങോട്ട് സിബിൻ വരുന്നു. അപ്പൊ ജാസ്മിൻ സിബിന്റെ മുന്നിൽ വെച്ച് തന്നെ സിബിന്റെ കുറ്റങ്ങളെല്ലാം അഭിഷേകിന്റെ അടുത്തായിട്ട് പറയുന്നു. എന്റെ കണ്ണിൽ സിബിൻ ഒരു വൃത്തികെട്ട ഗെയിമറാണ്. അവൻ പറയുന്ന രീതിയും അവന്റെ കാട്ടിക്കൂട്ടലൊന്നും എനിക്ക് ഇഷ്ടമാവുന്നില്ല. അതുപോലെ തന്നെ അബിക്ക് എന്നെ കണ്ടിട്ട് ഒരു വൃത്തിയില്ലാത്തവളെ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ അബിയുടെ അടുത്ത് ഇരുന്നപ്പോഴും കെട്ടിപ്പിടിച്ചപ്പോഴെല്ലാം വൃത്തികെട്ട സ്മെല്ലെല്ലാം അനുഭവപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ അഭിഷേക് പറയുന്നു, പേഴ്സണലി എനിക്ക് ഇതുവരെയായിട്ടും അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ജാസ്മിൻ പറയുന്നു, പിന്നെ ഇവിടെയുള്ള പലരും എന്ത് കണ്ടിട്ടാണ്, സിബിനടക്കം എന്ത് കണ്ടിട്ടാണ് എന്നെ വൃത്തിയില്ലാത്തവൾ എന്ന് പറയുന്നത്? എന്റെ എവിടെയാണ് നിങ്ങൾക്ക് വൃത്തിയില്ലാത്ത പോലെ തോന്നുന്നത് എന്നെല്ലാം പറഞ്ഞ് സിബിന്റെ മുന്നിൽ വെച്ച് തന്നെ ജാസ്മിൻ അവിടെ പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ സിബിൻ പറയുന്നുണ്ട്, നിന്റെ കാല് തീരെ വൃത്തിയില്ല, നീ ആ കാലൊന്ന് കാണിച്ചേ. അപ്പൊ ജാസ്മിൻ അവിടെ കാലെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതെനിക്ക് വൃത്തിയില്ലാഞ്ഞിട്ട് വന്നതല്ല, ഇത് പണ്ട് മുതലേ ഇങ്ങനെയാണ്. ഇതിലൊക്കെ എന്ത് വൃത്തിയില്ലായ്മയാണ് നിങ്ങൾ കാണുന്നത്? ഒരു പ്രശ്നം കിട്ടിയാൽ നീ അതിനെ വളച്ചൊടിക്കും. അതിൽ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സിബിനും ജാസ്മിനും ലൈവിൽ പൊരിഞ്ഞടിയാണ്. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.